വി ഡി സതീശൻ ക്യാബിനറ്റിലെ രണ്ടാമൻ എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിലെ ഒന്നാമൻ എന്ന് പറയാനാണ് കേരളത്തിലെ ജനത പലപ്പോഴും ആഗ്രഹിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ നമ്മൾ നോക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളെ മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയത്? അല്ല, അതിനകത്ത് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇനി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രമേശ് ചെന്നിത്തലയെ പറ്റി കുറച്ചുകൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ 5 വർഷക്കാലം കണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ നായക പരിവേഷം നേടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടുന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള, വി ഡി സതീശന് പെർഫോം ചെയ്യാനുള്ള സകല അവസരങ്ങളും കഴിഞ്ഞ 5 വർഷക്കാലം കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു എന്ന് കൂടി വേണമെങ്കിൽ പറയാം. എന്തായാലും വി ഡി സതീശൻ സർക്കാരിൽ രമേശ് ചെന്നിത്തല വരുന്നത് രണ്ടാമനായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. തോളോട് തോൾ ചേർന്ന് നിന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് വരാൻ പോകുന്നത്. വിജിലൻസ് അടക്കം ആഭ്യന്തര വകുപ്പുമായാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിലേക്ക് അധികാരത്തിലേക്ക് നോക്കൂ. നമുക്കറിയാം, നമ്മളൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വികസനവും കരുതലും എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തെ 5 വർഷം നയിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. കേരളത്തിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വികസന കാര്യത്തിലാണെങ്കിൽ കൊച്ചിൻ മെട്രോ മുതൽ കണ്ണൂർ എയർപോർട്ട് മുതൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അടക്കം പല പദ്ധതികളും, പല ബൃഹത് പദ്ധതികൾക്കും തുടക്കം കുറിച്ചു വെച്ച, ചുവയൊക്കെ പൂർത്തീകരിച്ച ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KPCC അധ്യക്ഷനായിരുന്നു രമേശ് ചെന്നിത്തല. 2011 മുതൽ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ. അതിൽ 2014 മുതൽ 2016 വരെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. വിജിലൻസ് അടക്കമുള്ള വകുപ്പുകൾ ഭരിച്ചിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല അന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരാണ്. ഡൽഹിയിൽ നിന്ന് അവസാന നിമിഷം, ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ അവസാനിച്ച ശേഷം അദ്ദേഹം ക്യാമറകളൊക്കെ ഓഫ് ചെയ്തപ്പോൾ എന്നോട് ആ കഥ പറഞ്ഞു. മുഖ്യമന്ത്രിയാകും, അതായത് കരുണാകരനും കെ മുരളീധരനും ഒക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ശിഥിലമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കാൻ AICC നിയോഗിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായി വന്നതിന് ശേഷം ബൂത്ത് തലം മുതൽ ഈ പ്രസ്ഥാനത്തെ വീണ്ടും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിന് കോൺഗ്രസിന് നാന്ദി കുറിക്കുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അതിനു മുമ്പ് ഈ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് AK ആന്റണി രാജിവെച്ച് മുഖ്യമന്ത്രിയായ നേതാവാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ സ്വാഭാവികമായും ഒരു പുതുമുഖത്തിന് അവസരം കൊടുക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ അവസാന നിമിഷം ഉമ്മൻചാണ്ടിക്ക് ഞെർക്ക് വീഴും. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ മാധ്യമങ്ങളും പ്രവർത്തകരും ഉമ്മൻചാണ്ടിയെ പൊതിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ സൈഡിലൂടെ നടന്നുപോയ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവിനെ പറ്റി ആ നേതാവ് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹം താക്കോൽ സ്ഥാനത്തേക്ക് ഒരു നായർ വേണം, NSSൻ്റെ പ്രതിനിധി വേണം എന്ന് ആവശ്യം ഉന്നയിക്കുകയും, എന്നാൽ ഇതേ ആവശ്യം തിരുവനന്തപുരത്തൊരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുകയും പിന്നീട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആകുകയും ചെയ്തു. ഇത് രമേശ് ചെന്നിത്തലയുടെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയൊരു നെഗറ്റീവായി മാറി. അതായത് NSS ആണ് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി ആക്കിയത് എന്ന തരത്തിൽ. അതിൻ്റെ സത്യകഥ അങ്ങനെയൊന്നുമല്ല. അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദവില്ല, ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിക്കാണ് മുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഓഫർ ചെയ്തിരുന്നത് കേന്ദ്രത്തിൽ ഒരു കീ പോസ്റ്റാണ്. ഒരു പക്ഷേ ഇന്ന് KC വേണുഗോപാൽ ഇരിക്കുന്ന AICC ജനറൽ സെക്രട്ടറി പദമായിരുന്നേക്കാം. അന്ന് ഗുലാം നബി ആസാദാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് കേന്ദ്രത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള, ഗാന്ധി കുടുംബവുമായി അത്രത്തോളം ബന്ധമുള്ള രമേശ് ചെന്നിത്തല കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ അവിടുത്തെ പ്രമുഖരായി നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിന് പലർക്കും അവരുടെ അവസരങ്ങൾ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം സെൻട്രലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കേരളത്തിൽ അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന് AICC ഉമ്മൻചാണ്ടിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. അല്ലാതെ NSSൻ്റെ സുകുമാരൻ നായർ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല
അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ. സുകുമാരൻ നായർ പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. 28ാമത്തെ വയസ്സിൽ MLA ആയ ഒരാളാണ്. ചെറിയ പ്രായത്തിൽ തന്നെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ചെറിയ പ്രായത്തിൽ മന്ത്രിയായ ആളാണ്, 28 വയസ്സിൽ മന്ത്രിയായ ആളാണ്. അപ്പോൾ അത് മാത്രമല്ല, ദേശീയ തലത്തിൽ NSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും ദേശീയ തലത്തിൽ നയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾ, മൻമോഹൻ സിംഗുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾ, ആ അദ്ദേഹത്തെ സെൻട്രലിലെത്തിയ ഉറപ്പായും അദ്ദേഹമായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും അങ്ങനെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് എത്തി. അല്ലാതെ ഇവിടുത്തെ ഒരു നായന്മാരുടെയും നിർദ്ദേശം കൊണ്ടല്ല, ആ ഭീഷണിക്ക് വഴങ്ങിയിട്ടുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു പറയാൻ പറ്റില്ലല്ലോ, സെൻട്രലിൽ ഇദ്ദേഹത്തെ പേടിച്ചിട്ടാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാക്കാൻ പോകുന്നത്. ഇനി ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം രമേശ് ചെന്നിത്തല നടത്തിയ ഇടപെടലുകളെ കുറിച്ച് പറയാതിരിക്കാൻ സാധ്യമല്ല. പോലീസ് സേനയിൽ ഒരു കൃത്യമായ അപ്ഡേഷൻ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു. ഇപ്പോൾ രമേശ് ചെന്നിത്തല നിയുക്ത ആഭ്യന്തരമന്ത്രിയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ എന്താ? ഈ SHO സംവിധാനം പാടയില്ലാതാക്കും. സത്യം പറഞ്ഞാൽ SIമാർക്ക് ഒരു വിലയുമില്ലാത്ത SHO സംവിധാനം ഈ പോലീസിൻ്റെയൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വലിയ ആഘോഷം നടക്കുകയാണ്. കാര്യം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്, ഈ സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ട്. അത് രമേശ് ചെന്നിത്തലയിലേക്കുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു ദിവസം കേരളക്കര മുഴുവൻ ഞെട്ടിക്കൊണ്ടാണ്, അന്ന് ഈ വാർത്താമാധ്യമങ്ങളൊന്നും അങ്ങനെ വലിയ തരത്തിൽ ആളുകളിലേക്ക് കടന്നുകൂടാത്തൊരു കാലത്ത്, കള്ളവാർത്തകൾ ഇല്ലാതിരുന്നൊരു സമയത്ത്, രാവിലെ മനോരമയിലും മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും വീക്ഷണത്തിലും കേരള കൗമുദിയിലും ദീപികയിലും അടക്കമുള്ള അന്ന് വരുന്ന മോർണിംഗ് പത്രങ്ങളെല്ലാം വായിച്ചവരെല്ലാം ഞെട്ടി. കടബാധിത കൂട്ടം ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തത് എന്തിനുകൊണ്ടാണ്? കൊള്ളപ്പലിശക്കാർ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി, പണം തിരികെ കൊടുക്കാനില്ല, മാനത്തിനും അഭിമാനത്തിനും വസ്തുവിനും ഒക്കെ വില പറയുന്ന ഒരു കാലഘട്ടം. അന്ന് ഈ പല വട്ടിപ്പലിശക്കാർ അഴിഞ്ഞാടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൃത്യമായി അതിൽ രമേശ് ചെന്നിത്തല ഇടപെടുന്നു. രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ കുബേര എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു. വട്ടിപ്പലിശക്കാരെയും കൊള്ളപ്പലിശക്കാരെയും തുറങ്കിലടയ്ക്കുന്ന ഒരു പദ്ധതി. ഈ പറയപ്പെടുന്ന ഓപ്പറേഷൻ കുബേരയിൽ ജീവിതം രക്ഷപ്പെട്ട എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് രാഹുൽ അറിയൂ. ആ കുടുംബത്തിൻ്റെ ഒക്കെ പ്രാർത്ഥന ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട്. എനിക്ക് അടുത്തറിയാവുന്നൊരു കുടുംബമുണ്ട്. ഈ സമയത്ത് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും പലിശയ്ക്ക് വാങ്ങിയിട്ട് വീടും വസ്തുവും അടക്കം ഈ പലിശക്കാർക്ക് എഴുതി കൊടുത്തിട്ട് പിറ്റേ ദിവസം ഒരു ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇനി വേറെ നിവൃത്തിയില്ല, ബിസിനസ് തകർന്നു. 2 പെൺകുട്ടികളുമായി അവർ ആത്മഹത്യക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ കുബേര പ്രഖ്യാപിക്കുന്നത്. ആ ഓപ്പറേഷൻ കുബേര പ്രകാരം രക്ഷപ്പെടുകയും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് ആ വീട് സ്വതന്ത്രമാക്കി ഇന്നും ആ വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ടാകും. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള നേതാവ്. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പലരും ആക്ഷേപം പറയാറുണ്ട്. അദ്ദേഹം ഈ പ്രതിപക്ഷ പാർട്ടിക്കാരുമായിട്ടൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്യാറാകും. അതിന് AD തോമസിനെ മർദ്ദിച്ച ഗൺമാൻ ഉണ്ടല്ലോ, ഈ ഗൺമാൻ പണ്ടൊരു മാധ്യമപ്രവർത്തകർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തോ കുറിച്ചതിന് ക്രിമിനൽ കേസ് എടുക്കപ്പെട്ടതാണ്. ക്രിമിനൽ കേസിൽപ്പെട്ടവരെ ആരെയും ഗൺമാന്മാരാക്കില്ല. പക്ഷെ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ഇയാളുടെ ക്രിമിനൽ കേസ് എടുത്തു മാറ്റി അയാളെ വീണ്ടും പിണറായി വിജയൻ്റെ ഗൺമാനാക്കിയത് രമേശ് ചെന്നിത്തലയാണ് എന്ന് ആക്ഷേപം പറയാറുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയുടെ ന്യായങ്ങളുണ്ടാവും. നീതിയും ന്യായവും നിയമവും വിട്ട് ഒന്നും ചെയ്യാത്ത നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ED സതീശനെ പോലെ KC വേണുഗോപാലിനെ പോലെയൊക്കെ ഉള്ള ആരാധക വൃന്ദമുള്ള നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. അല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ കാപ്പ യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത്. അത് കാപ്പ, ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കാപ്പ കേസിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ കാപ്പ ചുമത്തി അവരെ നാട് കടത്തുന്നൊരു ശൈലി അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ പിങ്ക് പോലീസ്, അത് 2016 അത് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നതെങ്കിലും അത് രമേശ് ചെന്നിത്തലയുടെ ഐഡിയയിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു സാധനമാണ്. അത് ഇവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സർവൈലൻസ് ഉണ്ടാകണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണത്തിൽ ഉണ്ടാക്കിയൊരു സാധനമാണ്. അതേപോലെ തന്നെയാണ് കേരളത്തിൽ CCTV പലയിടങ്ങളിലും സർവൈലൻസ് ക്യാമറകൾ അടുത്തൊരു അപ്ഡേഷനിലേക്ക് കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം അതിനു മുമ്പിട്ടുള്ള പോലീസ് സംവിധാനം നമുക്കറിയാം, ഒരു റൗണ്ട് ചുറ്റി വരുന്ന പോലീസ് മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് പുതിയ കാലഘട്ടത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റും കാണുമ്പോൾ ഇദ്ദേഹം വെറും വേസ്റ്റാണ്, ഇയാൾ എന്തിനാണ് എന്നൊക്കെ പലർക്കും അറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് വലിയ വലിയ വിവാദങ്ങൾ തന്നെ സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇന്നിൻ്റെ ജൻസി കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ പലപ്പോഴും ഇപ്പോൾ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരെ വിമർശിക്കുന്ന, ഇപ്പോൾ VD സതീശനെയും വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണുന്നത്. ഇവർക്കൊന്നും അറിയില്ല എന്താണ് ചരിത്രമെന്ന്. ഈ ചാരമാണെന്ന് കരുതി വെറുതെ മാന്താൻ നിൽക്കരുത്, കനൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും എന്നൊരു ഡയലോഗ് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചിട്ടുണ്ട്.
രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് എന്താണ്, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഭരണാധികാരി എന്താണ് എന്ന് കാണാൻ പോകുന്ന 5 വർഷക്കാലങ്ങളാണ് വരാൻ പോകുന്നത്. 2 വർഷക്കാലം മാത്രം ആഭ്യന്തരമന്ത്രി ആയിരുന്നൊരു നേതാവിന് കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വലിയ രീതിയിൽ വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷക്കാലങ്ങളിൽ ആരെയും ഭയക്കാതെ 102 MLA-മാരുടെ സപ്പോർട്ടോടുകൂടി അധികാരത്തിലേക്ക് എത്തുന്ന വി ഡി സതീശൻ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായി ആലപ്പുഴയുടെ ഹരിപ്പാടിന്റെ സ്വന്തം രമേശ് ചെന്നിത്തല തിളങ്ങുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പോലീസിനെ കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട് പോലീസുകാർ നോക്കൂ, ഈ കേരളത്തിലെ ഏറ്റവും അധികം പ്രഷറിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗം പോലീസുകാരാണ്. ഒരു വിഭാഗം പോലീസുകാർ എൻജോയ് ചെയ്യുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ആഘോഷങ്ങൾക്ക് പോകാൻ കഴിയാതെ, വീട്ടിലൊരു മരണം സംഭവിച്ചാൽ പോലും സമയത്ത് ഓടി എത്താൻ കഴിയാതെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് പോലീസ് സേനയിലാണ്. കാരണം ആ സ്ട്രെസ്സിലും പ്രഷറിലും പണിയെടുക്കുന്ന, ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചെങ്കൊടിയേന്തി എന്ന പേരിൽ 10 വർഷക്കാല ഭരണകാലത്തിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ ആളുകളാണ്, സഖാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാക്കിയിട്ട പോലീസുകാരൻ്റെ മണ്ടയ്ക്ക് കുതിര കയറുന്നൊരു സഖാക്കന്മാർ ഭരിച്ചിരുന്ന നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക്, ആത്മാഭിമാനത്തിൻ്റെ പാതയിലേക്ക് പോലീസ് സേനയെ കൈപിടിച്ചുയർത്തിക്കൊണ്ട്, ഇവിടുത്തെ ജനങ്ങളെ പോലീസ് സേനയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ നീതി, ന്യായം, ജനങ്ങൾക്ക് സുരക്ഷ, ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് പോലീസ് സംവിധാനത്തെ, വിജിലൻസ് സംവിധാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ ആഭ്യന്തരം ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആഭ്യന്തരമാക്കി മാറ്റാൻ സാധിക്കുന്നൊരു പോലീസ് സേനയെ വാർത്തെടുക്കാൻ ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കും. സത്യപ്രതിജ്ഞ ചെയ്യുന്ന അധികാരത്തിലേക്ക് എത്തുന്ന ഹരിപ്പാടിന്റെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വന്തം രമേശ് ചെന്നിത്തലയ്ക്ക് നേഷൻ ഫസ്റ്റിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഭാരതത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനയായി കേരള പോലീസിനെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. പോലീസുകാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട്, അവർക്ക് കൂടുതൽ അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട്, അധികാരങ്ങൾ നൽകിക്കൊണ്ട്, എന്നാൽ പോലീസ് സേന കാക്കിയിട്ടവൻ, അധികാരവർഗത്തിലിരിക്കുന്നവൻ, അധികാര കസേരയിലിരിക്കുന്നവൻ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറാനുള്ള സേനയല്ല, സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാനുള്ള സേനയാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഇന്ന് അധികാരത്തിലെത്തുന്ന 21 മന്ത്രിമാർക്കും, മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാർക്കും, 102 MLA-മാർക്കും, ബാക്കി പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റ് MLA-മാർക്കും, BJP MLA-മാർക്കും അടക്കം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.